ഇന്ന് ഞാനില്ലേ കുത്തരി വെച്ചിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഏതറിയാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. ഇതേപോലത്തെ ക്ലാസ്സിൽ അളന്നിട്ടാണ് കേട്ടോ ഞാൻ അരി എടുത്തത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് കപ്പ അല്ലെ ഏത് ഗ്ലാസ് ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളന്നാൽ മതിയെ. അളന്ന് നോക്കാം. ഒരു 3/4 ഗ്ലാസ് ഇതുണ്ട് കേട്ടോ. ഏകദേശം 1.25 ഗ്ലാസ് അരി ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഈ ഒരു കുക്കറിൻ്റെ അകത്താന്നിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. വേവാനും വേണ്ടിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 2 വിസിൽ അടിച്ചിട്ട് ഒന്ന് സ്ലോയിലാക്കി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ. അതുവരെ വേവിച്ചെടുക്കണേ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരമാണോ അത്രയും ശർക്കര എടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അരി നല്ലോണം തന്നെ വെന്ത് നല്ലോണം തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം വേവണം കേട്ടോ. നല്ലോണം വെന്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനിയില്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇളക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ശർക്കര പാനിയൊക്കെ നല്ലോണം തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളുപ്പാണ്, കൂടുതൽ വേണ്ടേ. ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം തന്നെ തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലോണം കുറുക്കേണ്ട ആവശ്യമില്ല, എന്നാലൊന്ന് നമ്മളിപ്പം വരട്ടിയ പോലെ ആക്കിയെടുക്കില്ല, അതുപോലെ തന്നെ ആക്കിയെടുക്കുക. കുറച്ച് നേരം തന്നെ ഇത് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ശർക്കര പാനിൻ്റെ അകത്ത് കിടന്നത് അങ്ങനെ വരണ്ട് വന്നോളൂ. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തെറുക്കി വിട്ടാൽ മേലേക്ക്. അത് ശ്രദ്ധിക്കണേ. കുറച്ചും കൂടി നേരം അങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് പിന്നെയും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഒന്ന് കുറുകി നല്ലോണം വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആയിക്കോട്ടെ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണി ചുക്കാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഏലക്കപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. നല്ലോണം തന്നെ വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തത്. നല്ല കട്ടിക്കുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്, തേങ്ങാപ്പാൽ. അപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഒരു ശർക്കരൻ്റെ അകത്ത് ഒരു തേങ്ങാപ്പാൽ നല്ലോണം തന്നെ മിക്സായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നല്ലോണം തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് നല്ലോണം തന്നെ തിളപ്പിച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ആക്കുക. കുറച്ച് നേരം അങ്ങനെ തിളച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. ഇനി ഇതാ ഞാൻ കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസൻസും അതുപോലെ തന്നെ കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറവാക്കിയെടുക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് കാണേ.